മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദു തർക്കത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു. വഴിത്തിരിവുകൾ ഉണ്ടായത് ചലച്ചിത്ര താരം കൂടിയായ റോഷ്ന ആൻഡ് റോയിയുടെ പുതിയ വെളിപ്പെടുത്തലിലൂടെയാണ്. അവർ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സമാനമായ രീതിയിൽ മോശം ഡ്രൈവിംഗ് നടത്തി തങ്ങളുടെ വാഹനത്തെ വാഹനത്തെ ചേർത്ത് കൊണ്ടുപോകുക, അങ്ങനെ റോക്കി ഭായ് മോഡലിൽ വാഹനം നിർത്തി ചാടിയിറങ്ങി തങ്ങളോട് മോശമായി സംസാരിച്ചു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വെളിപ്പെടുത്തൽ എന്താണ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇത് സത്യമാണോ എന്ന് വീഡിയോ പരിശോധിക്കുന്നു. ഇതുമാത്രമാണോ ഈ വിവാദത്തിലാകെ പരിശോധിക്കേണ്ടത്, ഈ വിവാദത്തിൻ്റെ കാമ്പെന്ത് എന്ന് നമ്മൾ പറയുകയാണ്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തണം. ഒപ്പം തന്നെ മറ്റ് സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുക. എന്തായാലും റോഷ്ന പറഞ്ഞതിനെ സത്യമാണോ അല്ലെങ്കിൽ അവർ പറഞ്ഞത് കള്ളമാണോ, അവർ DYFIക്ക് വേണ്ടി രംഗത്ത് വന്നതാണോ എന്നതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞതിലെ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് യദു പറഞ്ഞ ചില കാര്യങ്ങളോട് ചേർത്ത് വെക്കുന്നതാണ്. ഇപ്പോൾ വാഹനം നടു റോഡിൻ്റെ ചവിട്ടി നിർത്തി റോക്കി ഭായ് മോഡലിൽ ഇറങ്ങി വന്നു എന്നവർ പറയുമ്പോൾ അവരൊരു സിനിമാറ്റിക് ആകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉപോത്ബലകമായി അവർ വെക്കുന്ന ചിത്രത്തിൽ. പക്ഷേ ഈ KSRTC ബസ് വളരെ ഒതുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ഈ സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ ഇവർ പരാതി നൽകിയിരുന്നു. MVD തൊട്ട് മുന്നിലുണ്ടായിരുന്നു. MVDയോട് പരാതി പറയുകയും MVD ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു വിഷയമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ MVDക്ക് ഒരു പരാതി നൽകിയാൽ, അതായത് പരാതി പറഞ്ഞാൽ അവർ അതിനെതിരെ തുടർ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതാണ്. മൂന്നാമത്തെ വിഷയം, ഈ സംഭവം ഉണ്ടായി, ഈ തിരുവനന്തപുരം മേയറുടെ സംഭവം ഉണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് റോഷ്ന ഇത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന റോഷ്ന ഇത് പറഞ്ഞത് എന്നുള്ളതും സംശയകരമായി നിൽക്കുകയാണ്. ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് എന്ന് പറയട്ടെ. ഇത് അങ്ങനെ നടന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ റോഷ്ന പറഞ്ഞതിൽ തന്നെ, അവർ പറയുന്നതിൽ ഇത്ര കാര്യമായ തെളിവുകളുണ്ട് എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാൻ വയ്യ. ഒരുപാട് പഴയ വിഷയമായതുകൊണ്ട് അവർക്ക് ഇത്രയും തീവ്രമായ വികാരമുണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ അന്ന് പ്രതികരിക്കുന്ന നിലയിലേക്ക്, എങ്കിൽ മാത്രമേ അന്നത്തെ പഴയ CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തെടുത്തുകൊണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായൊരു, ഈ വിവാദത്തിനൊരു കാര്യമായ ഒരു ബലം കൊടുക്കാൻ തൽക്കാലം കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകളും പൊതുവിൽ അവർക്ക് അനുകൂലമല്ലാത്തൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതിനിപ്പുറത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ യദുവിനത് അനുകൂലമായി ഇപ്പോഴും ജനങ്ങൾ സംസാരിക്കുകയാണ് ഇത്രയും? അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ്? യഥാർത്ഥത്തിൽ അവിടെയാണ് ഈ സംഭവത്തിലാകെ എടുത്താൽ മേയർ ആര്യ രാജേന്ദ്രനും DYFIക്കും CPMനൊക്കെയാണ് ഇതിൽ തെറ്റുപറ്റിയത് എന്ന് പറയേണ്ടി വരുന്നത്. കാരണം ഇതിലാരാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്, ചർച്ചകളെ കൊണ്ടുപോയത്? അത് മേയറുടെ വാക്കുകൾ തന്നെയാണ്. മേയർ കള്ളം പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി, ഈ ആദ്യമുണ്ടായ സംഭവത്തിന് പിന്നാലെ ഉണ്ടാകുന്ന സംഭവങ്ങളിലെങ്കിലും അവർക്ക് അനുകൂലമായി ഒരുപക്ഷെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നേനെ. രണ്ടാമത്, CPMൻ്റെ പതിവ് മോഡൽ സൈബർ അക്രമത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാം. കള്ളം മേയർ പറഞ്ഞു എന്ന് പറയുമ്പോൾ, അതായത് റോഡിൽ വാഹനം തടഞ്ഞു നിർത്തി KSRTC ബസ് തടഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ ചാനലുകളിലൂടെ പുറത്തു വരികയാണ്. ട്രിപ്പ് തടഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് മേയറും MLA സച്ചിൻ ദേവും ഈ KSRTC ബസ് തൊഴിലാളിയോട്, ഡ്രൈവറോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സംശയകരമായിട്ടുള്ളത്. 2, സച്ചിൻ ദേവ് MLA ഈ വാഹനത്തിൽ കയറിയില്ല എന്ന് മേയർ ആദ്യം പറഞ്ഞപ്പോൾ അത് തിരുത്തിക്കൊണ്ട് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം തന്നെയാണ്, അല്ല വണ്ടിയിൽ കയറി, പക്ഷേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ്, ടിക്കറ്റ് എടുക്ക്, എനിക്കൊരു ടിക്കറ്റ് ഇതാ, അതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ളത് എന്നുള്ളതാണ്. എങ്ങനെ ഇവർക്ക് ഇതിങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഇത്തരം MLAമാർക്ക്, ജനപ്രതിനിധികൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണുള്ളത്. അപ്പോൾ പിന്നെന്തിനാണ് സച്ചിൻ ദേവിന് ഇങ്ങനൊരു ടിക്കറ്റ് എന്നുള്ളതാണ്. അതായത് ഇതിൽ കൗതുകകരമായ ഒന്നുള്ളത്, ഈ സച്ചിൻ ദേവിന്
ന്യായീകരിക്കാൻ DYF ഇറക്കിയ ക്യാപ്സ്യൂൾ അടപടലം തകർന്നുപോയി എന്നുള്ളതാണ്. അവരുടെ വാക്കുകൾ തന്നെ പൊളിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മൂന്നാമത്തെ ഒരു പ്രധാന വിഷയമായി എടുത്തു പറയാൻ കഴിയുന്നത് ഇതിൻ്റെ മെമ്മറി കാർഡ്. അതായത് സർവീസ് ചെയ്തിറക്കിയ KSRTC ബസ്സാണ്. അതേ സമയത്ത് സർവീസ് ചെയ്തിറക്കിയ മറ്റ് KSRTC ബസ്സിൽ എല്ലാ മെമ്മറി കാർഡുണ്ട്. ഈ ബസ്സിൽ നിന്ന് മാത്രം ആരാണ് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത്? അതെന്തുകൊണ്ടാണ്? ഇത് സ്വാഭാവികമായിട്ടും ഇതിൽ സച്ചിൻ ദേവ് MLA അടക്കം ഇതിൻ്റെ സീനിലേക്ക് വരുന്ന ആളാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകിച്ച് ഈ തമ്പാനൂർ ഡിപ്പോ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം CA2വിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കമാണോ നടന്നിട്ടുള്ളത്? ഇനി യദു തന്നെ അടിച്ചു മാറ്റിയതാണ് എന്ന് പറയുമ്പോൾ യദുവിൻ്റെ വീഡിയോ ഏതാണ്ട് വരാവുന്നതെല്ലാം ഈ പുറത്തു നിന്നുള്ളത് വന്നു കഴിഞ്ഞതാണ്. യദു ആംഗ്യം കാണിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ തലയ്ക്ക് മുകളിലാണ് ആ വീഡിയോ. അത് വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഡ്രൈവറുടെ വീഡിയോ. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന സംശയം അവിടെ ബാക്കിയാകുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുൻപാഴ്ചത്തെ ആഴ്ചയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം, തൊട്ട് പിന്നാലെ ഇപ്പുറത്ത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന ആക്രമണം, ഇതിനെക്കുറിച്ചെല്ലാമാണ്. സത്യത്തിൽ ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരു തരത്തിലും പറ്റാത്തതാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് അത് അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ സമാനമായി ഈ ഒരു കേസിൽ യദുവിനെ എന്തായിട്ടാണ് DYFI പ്രവർത്തകർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്? യദു തുണി പൊക്കി കാണിച്ചവരാണ്, സ്ത്രീക്കെതിരെ ആഭാസനാണ്, അയാളെ അനുകൂലിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് സംഘടിതമായി പറയുമ്പോൾ ഇതിൽ പേടിച്ച് അയ്യോ ശരിയാണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആക്കി ജനങ്ങളെ ഒന്ന് തിരിക്കാൻ വേണ്ടി അങ്ങനെയാണല്ലോ ഈ വലിയ സംഘടിത ശക്തികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ശ്രമം തന്നെ സമാനമായി സൈബർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ യദുവിനെ തിരിച്ചാക്രമിക്കുക. അയാളൊരു സാധാരണ ഡ്രൈവറാണ്. ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയോട് പ്രശ്നമുണ്ടാക്കുന്നു എന്ന കേസിൽ അയാളെ കോടതി വെറുതെ വിട്ട ഉത്തരവ്, തിരുവനന്തപുരം കോടതിയുടെ ഉത്തരവ് തന്നെ അയാൾ കാണിക്കുന്നുണ്ട്. പിന്നെ അയാളെ പിന്നെ എങ്ങനെയാണ്, അതായത് ഒരു കേസിൽ പ്രതിയാണെങ്കിൽ പോലും ഒരാളെ നമ്മൾ ആക്രമിക്കാൻ പാടില്ല എന്നാണ് സാധാരണഗതിയിൽ DYFIക്ക് ക്ലാസ് എടുക്കാറുള്ളത്. അയാൾ പ്രതിയല്ലേ, അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇത് പ്രതിയല്ല, അയാളെ വെറുതെ വിട്ട കേസാണ്. അതായത് ആദ്യഘട്ടത്തിൽ വന്നിരുന്നത് ഇത് ഒത്തുതീർപ്പായ കേസാണ് എന്നുള്ളതായിരുന്നു. ഒത്തുതീർപ്പല്ല, കോടതി ഈ കേസ് പരിഗണിച്ച ശേഷം അയാളെ വെറുതെ വിട്ട സംഭവം കൂടിയാണ് എന്ന് വെറുതെ പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ പുതിയ വന്ന വെളിപ്പെടുത്തൽ പോലെ ഈ റോഡ് പണി നടക്കുന്നിടത്ത് ഇടുങ്ങിയ വഴിയിൽ കൂടെ KSRTC ബസ്സുകൾ കയറിപ്പോകുന്നത്. നമുക്കറിയാം KSRTC ബസ് എത്ര അവരുടെ ചെറിയ സമയത്തിനുള്ളിൽ ഈ ഇത്രയും വലിയൊരു ബസ് നമ്മുടെ ഇടുങ്ങിയ പട്ടണത്തിൽ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച് ഈ കണ്ട ചെറിയ ചെറിയ മുഴുവൻ സ്റ്റാൻഡുകളിലും കയറി ഇറങ്ങി ഒരു സമയത്ത് കൃത്യം സമയം പാലിച്ചുകൊണ്ട് എത്തുക എന്നത് കേരളത്തിൽ എത്ര വലിയ ടാസ്ക്കാണ് എന്ന് ഒരുപക്ഷെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നവർ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അവരത്ര വേഗത്തിൽ പോകണം, അവർക്ക് സൂപ്പർ ഫാസ്റ്റിനും എല്ലാം ഈ സാധാരണ വാഹനങ്ങളെ പോലെയുള്ള അവരുടെ ലിമിറ്റ് വേറെയാണ്. പിന്നെ യദു തട്ടിയില്ലല്ലോ, ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ പേടിച്ചു പോയി എന്നുള്ളത് ശരിയായിരിക്കും. അത് എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സ് തട്ടാതെ കൊണ്ടുപോകാൻ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ചേർത്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ടാകും. പക്ഷെ അത് തട്ടിയാലാണ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ പരാതി പറയാൻ കഴിയുക. അവർ ഹോൺ അടിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല സാധാരണ കാറുകാരും സ്കൂട്ടറുകാരും അടക്കം റോഡിൻ്റെ നടുവിലൂടെ യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെ പോകും. അപ്പോൾ ഹോൺ അടിച്ച് മാറ്റുക എന്നുള്ളതാണ്, അതിനാണ് ഹോൺ വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അയാൾ കയറിയപ്പോൾ തിരിച്ച് നിങ്ങൾ അതേപോലെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും ഭയങ്കര സാഹസികത പറയുന്നുണ്ട് ഈ സിനിമാ താരം. പക്ഷേ KSRTC ബസ്സുകാരെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ അവർക്ക് സമയത്തിനുള്ളിൽ എത്തിക്കുക എന്ന വലിയ ടാസ്ക് ഉണ്ട്. നിങ്ങൾ ഒരാളാണ് വണ്ടിയിൽ പോകുന്നതെങ്കിൽ അതൊരു 10-50 പേരുടെ ആവശ്യങ്ങൾക്കായാണ് അവർ പോകുന്നത്. അവർക്കും വേഗത്തിൽ പോകേണ്ട സാഹചര്യമുണ്ട്. അതിനാണ് സൂപ്പർ ഫാസ്റ്റും സൂപ്പർ എക്സ്പ്രസും ഡീലക്സും ഒക്കെ സർക്കാരും KSRTC ഒക്കെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. 2, പൊതുനിരത്തിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ യദുവിൻ്റെ കേസ് DYFIക്കും ഈ MLAയ്ക്കും ഒക്കെ ആയതുകൊണ്ട് മുഴുവൻ KSRTCക്കാരും മാത്രം മോശമാകുന്നു. KSRTCയിൽ നല്ലവരുണ്ട്, മോശക്കാരുണ്ട്. ഈ റോഡിലിടക്കുന്ന സാധാരണക്കാരിൽ എത്ര മോശം ഡ്രൈവർമാരുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ കാര്യമായി നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാ തരത്തിലുള്ള ആളുകൾക്കിടയിലും ഇത്തരം മനുഷ്യരുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് KSRTC ഡ്രൈവർ ആയതുകൊണ്ട് മോശം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ വണ്ടികളുടെ പലരുടെയും ഡ്രൈവിംഗ് ചെറിയ വണ്ടികളെ കാര്യമായി മൈൻഡ് ചെയ്തുകൊണ്ടല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ
അത് ചെറിയ വണ്ടിക്കാർ ഇപ്പോൾ ബൈക്കുകാർ ചിലർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമ്മുടെ റോഡുകളിൽ എത്ര പേര് കൃത്യമായ ഒരു ലൈൻ ട്രാഫിക് വരുത്താറുണ്ട്? ഒരു വണ്ടിക്ക് പിന്നാലെ ഒരു വണ്ടി 1 കിലോമീറ്ററോളം അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന കാഴ്ചയില്ല. കേരളത്തിൽ എവിടെ നിങ്ങൾ പോയാലും കാണുന്നത് അങ്ങനെയല്ലേ? അതായത് 2 വണ്ടി പോകാൻ ഒരു സൈഡിലേക്ക് പോകാൻ സ്പേസ് ഉണ്ട്. ടോട്ടൽ 4 വരി പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആകെ 2 വരിയായിട്ടേ പോകുള്ളൂ. പണ്ടെന്നോ നമ്മൾ ശീലിച്ചതിനൊപ്പമാണ് നമ്മളിപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഡ്രൈവിംഗ് എത്ര മോശമാണ് എന്നുള്ളത് പുറത്ത് നിന്ന് നമ്മൾ വണ്ടിക്കുള്ളിലിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല. നമ്മൾ പുറത്തൊന്ന് ഇറങ്ങി നിന്ന് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് ഇത്തരം കാര്യങ്ങൾ തോന്നുക. അതുകൊണ്ടാണ് ഏതോ ഒരു യദുവിനെ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്, അയാളൊരു മോശം ആളാണ്, മോശം ഡ്രൈവറാണ്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ റാഷ് ഡ്രൈവിംഗ് നടത്തി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ റാഷ് ഡ്രൈവിംഗ് മാത്രമല്ല ഏറ്റവും വലിയ വെല്ലുവിളി. ഈ തീരെ സ്ലോ ഒരു റോഡിൽ മനുഷ്യർക്ക് 100,000 ആവശ്യങ്ങൾക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അവിടെ വളരെ സ്ലോ ആയിട്ട് റോഡിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഇട്ട് ഉരുട്ടി 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 പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സമാനമായി സ്കൂട്ടർ ഓടിക്കുന്നവർ, അതൊന്ന് ഹോൺ അടിച്ചാൽ പോലും മാറ്റാത്ത മനുഷ്യരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളാണ്, മറ്റു വലിയ വണ്ടികളിൽ പോകുമ്പോൾ ഇത് കാണാറുണ്ട്. ഇതിൻ്റെ എല്ലാം ആംഗിൾ നമ്മൾ ഓരോ സ്പേസിലിരുന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എല്ലാവരും അവനവനെ സ്വയം ന്യായീകരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാധാരണ ഇതിൽ കണ്ടുവരുന്നത്. അപ്പോൾ തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും തുടക്കം മുതൽ പോലീസ് ഉൾപ്പെടെ ഈ ചെറുപ്പക്കാരന് അനുകൂലമല്ലാത്ത നിലപാടെടുക്കുകയും ഇയാളൊരു പരാതി കൊടുത്തിട്ട് പോലും അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് നിർദ്ദേശമിട്ട സാഹചര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അധികാരവർഗത്തിൻ്റെ ഹുങ്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കുന്നതാണ് മേയർക്കെതിരായ പ്രതികരണം. അതിന് നിങ്ങൾ ക്യാപ്സ്യൂൾ ഇറക്കി തുണി പൊക്കി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് മാത്രമാണ് DYFIക്കാരോട് പറയാനുള്ളത്. നന്ദി.